ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ സെന്റൻസുകളെ കുറിച്ചാണ്. സിമ്പിൾ സെന്റൻസസ്, ഈസിയായി എല്ലാവർക്കും മനസ്സിലാകുന്ന കുറച്ച് സെന്റൻസസ്. ഈ സെന്റൻസസ് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് അതേസമയം നാച്ചുറൽ ആയിട്ട് പറയാൻ പഠിച്ചാലോ? എന്നാൽ നോക്കാം ഡെയിലി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസസ് എങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് പറയാമെന്ന്. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ് ഐ ഡോണ്ട് നോ. ഇത് മറ്റൊരു രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് പറയാം. ഐ ഹാവ് നോ ഐഡിയ. ഐ ഡോണ്ട് നോ എന്നതിന് പകരം ഐ ഹാവ് നോ ഐഡിയ. ഇത്തരത്തിലുള്ള കുറച്ച് സെന്റൻസസ് നമുക്ക് നോക്കാം. ഹൗ ആർ യു? ഹൗ വാസ് ഇറ്റ് ഗോയിങ്? ഹൗ ആർ യു എന്നതിന് പകരം ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? സോറി സ്ഥിരം വേർഡാണല്ലേ, മാറ്റി പറയാം. ഐ അപ്പോളജൈസ്. സോറി എന്നതിന് പകരം ഐ അപ്പോളജൈസ്. സീ യു ലേറ്റർ. സീ യു ലേറ്റർ. അതിന് പകരം നമുക്ക് പറയാം ക്യാച്ച് അപ്പ് സൂൺ. ക്യാച്ച് അപ്പ് സൂൺ. അതല്ലെങ്കിൽ ടോക്ക് ടു യു ലേറ്റർ. Talk to you later. I am busy. സ്ഥിരം പറയുന്ന ഒരു രീതിയല്ലേ I am busy. നമുക്കൊന്ന് മാറ്റി പറയാം. I am tied up right now. I am tied up right now. I am tired. I am tired. I am worn out. അതല്ലെങ്കിൽ നമുക്ക് പറയാം I am exhausted. Exhausted. I am very happy. I am very happy. I am on cloud 9. I am on cloud 9. സോ നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഒന്ന് മാറ്റി പറയുന്നു എന്ന് മാത്രം, മീനിങ് സെയിം തന്നെ. അടുത്തത് നോക്കാം. ഐ ആം ആംഗ്രി. എങ്ങനെ പറയാം? ഐ ആം ഫ്യൂരിയസ്. അതല്ലെങ്കിൽ ഐ ആം അപ്സെറ്റ്. ഇപ്പൊ സ്ഥിരം പറഞ്ഞൊരു രീതി മാറ്റി നമ്മൾ പറയുന്നു ഐ ആം ഫ്യൂരിയസ്, ഐ ആം അപ്സെറ്റ്. ഐ ആം ഹംഗ്രി. നമുക്ക് പറയാം ഐ ആം സ്റ്റാർവിങ്. ആ വേർഡ് ഒന്ന് മാറ്റുന്നു എന്ന് മാത്രം. ഐ ആം സ്റ്റാർവിങ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഐ ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ആം കൺഫ്യൂസ്ഡ്. ഐ ആം കൺഫ്യൂസ്ഡ്. ഒരേ കാര്യം തന്നെ. I don't understand. I didn't get that. I'm confused. It's easy. It is easy. It's a piece of cake. എങ്ങനെ പറയാം? It's a piece of cake. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് അർത്ഥം? It is easy. Be careful. Be careful എന്നതിന് നമുക്ക് പറയാം watch out അല്ലെങ്കിൽ look out. Watch out or look out. Wait a minute. Wait a minute എന്നതിന് നമുക്ക് hold on അല്ലെങ്കിൽ hang on. Hold on അല്ലെങ്കിൽ hang on എന്ന് പറയാം. I am leaving. I am leaving എന്നതിന് I am heading out. അതല്ലെങ്കിൽ നമുക്ക് പറയാം I am off. I am off. I am scared. I am scared എന്നതിന് I am terrified. I am terrified. It is very good. It is very good. എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ നമ്മൾ പറയില്ലേ it is very good എന്ന്? പകരം നമുക്ക് പറയാം ഇറ്റ്സ്
amazing. It is amazing. I'm surprised. I'm surprised എന്നതിന് പകരം I'm astonished. രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ്. I'm astonished. I am sad. I'm sad എന്നതിന് നമുക്ക് I feel low. I feel low അല്ലെങ്കിൽ I'm down. I feel low അല്ലെങ്കിൽ I'm down. It is okay. It is okay. പകരം all good. Thank you. Thank you എന്നതിന് I really appreciate that. Thank you എന്നതിന് I really appreciate that. തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് സെന്റൻസസ്. അതെങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് പറയാം? ഇതിലും സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങൾക്ക് പറയാം. ഞാൻ കുറച്ച് എളുപ്പത്തിലുള്ള എക്സ്പ്രഷൻസ് പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ പലതും പൊളൈറ്റ് ആണ്, എന്നാൽ ഫോർമൽ അല്ല. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ സെന്റൻസസ് പറയുന്നത്. എല്ലാവരുടെ ആഗ്രഹമാണ് ഇംഗ്ലീഷിൽ നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. താങ്ക് യു.